ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഉദയഭാനു വീട്ടിൽ ഫോണിൽ ഗെയിമൊക്കെ കളിച്ചിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്നാണ് ബാലൻ്റെ കോള് കാണുന്നത്. അയ്യോ, ബാലനാണല്ലോ വിളിക്കുന്നത്, എടുക്കാതിരുന്നാലോ? ഷോ, എന്തു പറയും, ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. കാശിൻ്റെ കാര്യം ചോദിക്കാൻ തന്നെയാ ബാലൻ ക്കുന്നത്. എടുക്കാതിരുന്ന സംശയമാകും. എന്തായാലും എടുത്തേക്കാം. ഹലോ മിസ്റ്റർ ബാല എന്നും പറഞ്ഞ് സംസാരിച്ച് തുടങ്ങുവാണ് കേട്ടോ. അപ്പം ബാലൻ പറയും, സാർ എന്തെങ്കിലും തിരക്കിലാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പം മറ്റൊരു ഫോണിൽ ഒരു റോട്ടിൽ കൂടി വണ്ടിയൊക്കെ പോകുന്നൊരു സൗണ്ട് ഓണാക്കി വെച്ചിട്ട് ബാലന് കേൾക്കാൻ പാകത്തിന് വെക്കും. ബാല, ഞാൻ കുറച്ച് തിരക്കിലാണ്, കേൾക്കുന്നുണ്ടോ? വണ്ടിയുടെ ഒച്ചയൊക്കെ കേൾക്കുന്നില്ലേ? ഞാനേ പുറത്താ എന്ന് പറയാം. അപ്പം ബാലൻ മനസ്സിൽ പറയും, എടാ ബുദ്ധിമാനെ, നീ എന്താ ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. നീയാണെ ടി വിയുടെ അടുത്ത് ഫോൺ വെച്ചിട്ട് തിരക്കാണെന്ന് കാണിക്കാൻ വേണ്ടി വണ്ടികളുടെ സൗണ്ട് എനിക്ക് കേൾക്കാൻ പാകത്തിന് ഫോൺ കൊണ്ട് വെച്ചിരിക്കുകയാണല്ലേ. ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാനുള്ള ബോധവേ ഈ ബാലനുണ്ട്. അല്ല, അപ്പം സാറ് പിന്നെ എങ്ങനെയാ ഈ തിരക്കിനിടയിൽ വണ്ടി ഒതുക്കിയിട്ടിട്ട് നടന്നു വരുവാണോ എന്ന് ബാലൻ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അതെ, അതെങ്ങനെ ബാലന് അല്ല, സാറ് കാറിലാണെങ്കിൽ കാറിൻ്റെ ഗ്ലാസ് കയറ്റിയിടുമല്ലോ, അപ്പോൾ എ സി ഓണാക്കും. അങ്ങനെ വരുമ്പം പുറത്തെ സൗണ്ട് ഇത്ര വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ എനിക്ക് മനസ്സിലായി എന്ന് പറയും. ഓ, ഗോമതി സ്റ്റോഴ്സ് ബാലൻ ആൾ മോശമല്ലല്ലോ എന്നപ്പോൾ ഉദയഭാനു മനസ്സിൽ പറയാം. എന്താ സാർ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പം ചിരിക്കൂട്ടോ. ബാലൻ ഗോമതി സ്റ്റോഴ്സ് നടത്തേണ്ട ആളേ അല്ല, അതിബുദ്ധിമാൻ തന്നെ. പിന്നെ ബാലൻ പോലീസിൽ ചേരേണ്ട ആളാണ് എന്ന് ഉദയഭാനു പറയും. ഞാൻ പോലീസിലായിരുന്നെങ്കിലേ ചില പെരുങ്കള്ളന്മാർക്ക് അത് വലിയ പണിയായനെ എന്ന് പറയൂ കേട്ടോ. പെട്ടെന്ന് ഉദയഭാനുവിന് സംശയം തോന്നും. എന്നെയാണോ അയാൾ ഉദ്ദേശിച്ചത്? എൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അല്ല, ഉദയഭാനു സാറിനെ പോലെ നല്ല മനുഷ്യരുള്ള ഈ ലോകത്ത് ചില തട്ടിപ്പുകാരും ഉണ്ട്. പിന്നല്ല, അങ്ങനെയൊക്കെ ഉണ്ട് ബാല. അങ്ങനെയുള്ള തട്ടിപ്പുകാർക്ക് ഈ ബാലനൊരു കീറാമുട്ടി ആയേനെ, അവർക്ക് സമാധാനം കൊടുക്കാതെ ആയേനെ എന്ന് പറയും. ശരിയാ. പിന്നെ 10 ലക്ഷം രൂപ ഉദയഭാനു സാറിനൊരു പ്രശ്നമല്ലെന്ന് എനിക്കറിയാം. ഒരാഴ്ചയ്ക്കുള്ളിൽ 10 ലക്ഷം രൂപ എഞ്ചിനീയർ കൊടുക്കാമെന്ന് ഞാൻ എഞ്ചിനീയർക്ക് വാക്ക് കൊടുത്തതാ. സാറിനോട് ഞാനത് പറഞ്ഞിരുന്നതാ, മറന്നുപോയോ? അല്ല, ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു, അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പണത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല ബാല. എന്ത് പ്രശ്നം? അല്ല, ഉദയഭാനു സാറിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് സാർ തുറന്നു പറയണം. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല ബാല. അക്കൗണ്ട് ശരിയാകാൻ 1-2 ദിവസം കൂടി എടുക്കും, അതുകൊണ്ടാണ് താമസിച്ചത്. അല്ലാതെ എന്ത് ബുദ്ധിമുട്ട്? കോടികളുടെ ട്രാൻസാക്ഷൻ നടത്തുന്നത് അക്കൗണ്ട് അല്ലേ? അക്കൗണ്ട് ശരിയായി കഴിഞ്ഞാൽ ഉടനെ 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് നിസാരം പോലെ ഞാൻ ഇട്ട് തരില്ലേ? അതെനിക്കറിയാലോ. പിന്നെ ഉദയഭാനു സാർ ഇട്ട് തരുമെന്ന്, അതുകൊണ്ടല്ലേ ഞാൻ എഞ്ചിനീയർക്ക് വാക്ക് കൊടുത്തത്. അപ്പം ഇതെല്ലാം അടുത്തുനിന്ന് രാമേട്ടൻ കേൾക്കുന്നുണ്ട് കേട്ടോ. രാമേട്ടന് ചിരി വരുവാണേ. അല്ല, ഉദയഭാനു സാറ് 2-3 ദിവസത്തിനൊക്കെ പണം ശരിയാകില്ലേ? അതേ ബാല, അപ്പോഴേക്കും അക്കൗണ്ടിലെ പ്രശ്നങ്ങളൊക്കെ മാറും. 10 ലക്ഷം രൂപ ബാലന് ഞാൻ തരികയും ചെയ്യും. അല്ല സാർ, ഈ 10 ലക്ഷം രൂപ ക്യാഷ് ആയിട്ടാണോ അതോ എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തരുമോ സാറ്? എന്താ ചെയ്യുന്നത്? അതിപ്പം ബാലൻ്റെ സൗകര്യം പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയൂ കേട്ടോ. അപ്പോഴത്തേക്കും രാമേട്ടനെ കണ്ണ് കാണിക്കുവേ ബാലനും. കണ്ടോ എന്നുള്ള രീതിയിൽ. ബാല, ഞാൻ അർജൻറ്റായിട്ടൊരു മീറ്റിങ്ങിന് കയറുക. 10 ലക്ഷം രൂപയുടെ കാര്യം ഓർത്ത് ഒരു ടെൻഷനും ബാലന് വേണ്ട, അതൊക്കെ ഞാൻ കറക്റ്റ് സമയത്ത് തന്നിരിക്കും. ഉദയഭാനു സാറുള്ളപ്പം എനിക്കെന്തിനാ ടെൻഷൻ? 2-3 ദിവസം കഴിയുമ്പം 10 ലക്ഷം രൂപ സാർ എനിക്ക് തരുമല്ലോ. 10-15 സാർ തരുമെന്ന് എനിക്കറിയാം. അപ്പം ശരി, 2 ദിവസം കഴിയുമ്പോൾ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും കേട്ടോ. അപ്പോഴത്തേക്കും രാമേട്ടൻ പറയും, എന്ത് പറഞ്ഞവൻ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ബാലൻ അവിടെ നിന്ന് ചിരിക്കുവാണേ. അതേസമയം ഉദയഭാനു ആണെങ്കിൽ ആകെ ടെൻഷനോട് കൂടിയ ഫോൺ വെക്കുന്നത്, കൈ തലേ വെച്ചുകൊണ്ടിരിക്കുക, എന്ത് ചെയ്യണമെന്നറിയാതെ. 10 ലക്ഷം രൂപ, അത് ഞാൻ എങ്ങനെ ബാലന് കൊടുക്കാനായെന്ന് മനസ്സിൽ പറയാം. അല്ല ബാല, ആ ഉദയഭാനുവിൻ്റെ ഗ്യാസ് പോയി കാണും. അല്ല, ആട്ടെ എന്ന് പറഞ്ഞു കാശ് തരാമെന്ന്. 2-3 ദിവസം അതിനുള്ളിൽ അവൻ പണം റെഡിയാക്കാമെന്നാണ് പറഞ്ഞേ. 10 ലക്ഷം രൂപ പോയിട്ട് ഒരു 10,000 അറേഞ്ച് ചെയ്യാൻ അവനെ കൊണ്ട് കഴിയില്ല. 2 ദിവസം കഴിയുമ്പോഴേ പുതിയ നമ്പറുമായിട്ട് വരുമോ ഉദയഭാനു എന്ന് രാമേട്ട ചോദിക്കൂട്ടോ.
അവൻ ഇനി എൻ്റെ മുന്നിൽ ഒരു നമ്പറും ഇറക്കാൻ പറ്റില്ല. ഇനി അവൻ്റെ മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ. അവൻ എൻ്റെ മുന്നിൽ ആ വഴിയായിട്ട് വരും എന്ന് പറയും. അല്ല എന്ന് വെച്ചാൽ നീ എന്താ ഉദ്ദേശിക്കുന്ന ബാല? എന്ന് വെച്ചാൽ കെണിയിലകപ്പെട്ട അവസ്ഥയല്ല ഉദയഭാനു ഇപ്പം. രാമേട്ടൻ നോക്കിക്കോ, ഉദയഭാനു എൻ്റെ മുന്നിൽ വരിക തന്നെ ചെയ്യും. എൻ്റെ കാല് പിടിച്ച് കരഞ്ഞ് സകല സത്യങ്ങളും എൻ്റെ മുന്നിൽ ഇറക്കുകയും വെക്കും. ഉദയഭാനുവിനെ കൊണ്ട് തന്നെ അവൻ ആരാണെന്ന് ഞാൻ പറയിപ്പിക്കും. അവനെല്ലാം എൻ്റെ മുന്നിൽ വിളിച്ച് പറയും. അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഈ കളി അവസാനിപ്പിക്കൂ. ഇതും ഒരു രസമല്ലേ? പൂച്ച എലീനെ ഇട്ട് തട്ടുന്ന പോലെ ഉദയഭാനുവിനെ ഇട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ടാം എന്ന് ബാലൻ രാമേട്ടനോട് പറയാട്ടോ. സമയം ഉദയഭാനു വീട്ടിൽ ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഒരു മനുഷ്യൻ ഇത്ര ആർത്തിയൊന്നും പാടില്ല. പണ്ട് എത്ര നല്ല മനുഷ്യനായിരുന്നു, സത്യസന്ധൻ, നീതിമാൻ. ഇപ്പോഴോ കാശ എന്ന് പറഞ്ഞ് ചാക്ക നടക്കുക ബാലൻ. ഒരു നീതിമാൻ വന്നിരിക്കുന്നു. അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണേ അങ്ങോട്ട് ശ്രീകല വരുന്നേ. എന്താ ഉദയേട്ടാ? എടി അയാൾക്ക് എന്തൊക്കെ അറിയണം? 10 ലക്ഷം രൂപ ക്യാഷായിട്ടാണോ തരുന്നത്, അതോ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുവാണോ? മനുഷ്യനെ ഇട്ട് പെടാപ്പാട് പെടുത്തുക. അതിനിടയിൽ ഒരു കുത്ത് എന്ന ശ്രീകല ചോദിക്കും. ഉദയഭാനു സാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സാർ എന്നോട് തുറന്ന് സംസാരിക്കണമെന്ന്. ബാലന് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അയാൾ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കെങ്ങനെ അറിയാൻ എൻ്റെ ശ്രീകലെ എന്ന് ശ്രീകലയോട് ഇപ്പോൾ ദേഷ്യപ്പെടും. 10 ലക്ഷം രൂപ എൻ്റെ പൊന്ന് ശ്രീകലെ, ഇതോട് ഞാൻ വലിയൊരു പാഠം പഠിച്ചു. തരികടകളെ വിശ്വസിച്ചാലും ഈ ബാലനെ പോലെ ആദർശത്തിൻ്റെ അസുഖമുള്ളവരെ ഒരുത്തനെയും വിശ്വസിക്കരുത് ഒരിക്കലും. ഇവന്മാരൊക്കെ എപ്പോൾ വേണേലും മറിയും. അവന്മാർക്കൊക്കെ അത്യാർത്ഥി വന്നാലുണ്ടല്ലോ നമ്മുടെ അണ്ടർവെയർ വരെ അവർ ഊരിപ്പണയം വെക്കും. ആ വക ഇനങ്ങളാ. എന്നാലും തൃപ്തിയാവത്തില്ല. ബാലന് വന്ന ഒരു മാറ്റവേ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ നടന്ന മനുഷ്യനാ? അല്ല, നിങ്ങൾ ആനന്ദിനോട് പണം ചോദിച്ചോ? എടി ദേവി അപ്പം തന്നെ അത് തടഞ്ഞില്ലേ? മോള് തടഞ്ഞു, അതൊക്കെ ശരിയാ. എന്നാലും പക്ഷേ നിങ്ങളുടെ സ്വഭാവം വെച്ച് നിങ്ങൾ ഉറപ്പായിട്ടും അവനെ വിളിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളെ ഞാൻ ഇന്നും ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയതല്ലല്ലോ. അപ്പം നിങ്ങൾ ആനന്ദിനെ വിളിച്ചു, കൊച്ചു കള്ള വിളിച്ചു. എന്നിട്ട് അവൻ എന്തു പറഞ്ഞു? എന്തു പറഞ്ഞു ഉദയേട്ടാ? വേഗം പറ. 10 ലക്ഷം രൂപ സംഘടിപ്പിച്ച് തരൂ. അവൻ കാശ് തരാമെന്ന് അവൻ സമ്മതിച്ചു. അയ്യോ, നേരാണോ? 10 ലക്ഷം രൂപ തരാമെന്ന് അവൻ സമ്മതിച്ചോ? സമ്മതിച്ച് ശ്രീകലെ. സമാധാനമായി. എന്നിട്ട് എന്താ ഉദയേട്ടൻ എന്നോട് ഈ കാര്യം പറയാതിരുന്നത്? പൈസ എന്ന് തരാമെന്ന് ആനന്ദ് പറഞ്ഞത്? 2 ദിവസത്തിനുള്ളിൽ കിട്ടുമോ? കാശ് തരാമെന്ന് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച. എന്നിട്ട് ഇതുവരെയും കിട്ടിയില്ലേ? ഇല്ല. അല്ല, നിസ്സാര തുകയല്ലല്ലോ, 10 ലക്ഷം രൂപയല്ലേ. ഈ ആഴ്ച എന്തായാലും അവനത് അറേഞ്ച് ചെയ്ത് തരും, ഉറപ്പാ. അപ്പം പിന്നെ നമുക്ക് ഒരു പ്രശ്നവുമില്ല. 2 ദിവസത്തിനുള്ളിൽ ബാലൻ്റെ കാശ് കൊടുക്കാം. അപ്പം ഉദയഭാനു ഇങ്ങനെ ചിന്തിക്കുക. പൈസ റെഡിയായെന്ന് പറഞ്ഞേ കഴിഞ്ഞ ആഴ്ച അവൻ എന്നെ വിളിച്ചിരുന്നു. അപ്പം 10 ലക്ഷം രൂപ കിട്ടിയോന്ന് ചോദിച്ചാൽ കിട്ടി. എന്നിട്ട് ആ പണം എവിടെ എൻ്റെ മനുഷ്യ? എന്നിട്ടാണോ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? അത് എടി 10 ലക്ഷം രൂപ റെഡിയായെന്നും പറഞ്ഞ് അവൻ എന്നെ വിളിച്ചു. ഞാൻ നിന്നോട് പോലും പറയാതെ അവനെ കാണാൻ പോയി. സിറ്റിയിലെ പണി നടക്കുന്നൊരു ബിൽഡിങ്ങിൽ വെച്ചാണ് ഞങ്ങൾ തമ്മിൽ കണ്ടത്. 7ാമത്തെ നിലയിൽ അങ്ങോട്ട് വരാനാണ് അവൻ എന്നോട് പറഞ്ഞത്. ഞാൻ മുകളിലേക്ക് ഒരു വിധത്തിൽ വലിഞ്ഞ് കയറി ചെന്നു. വലിഞ്ഞ് കയറി 7ാം നിലയിലെത്തിയോ മനുഷ്യൻ്റെ ഉപ്പാടെത്തി ചേർന്നു. ചെന്നപ്പം അവൻ്റെ കയ്യിൽ ഒരു കവറുണ്ട്. അത് കണ്ടപ്പം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. 10 ലക്ഷം രൂപയായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് പണമല്ലേ ഉദയേട്ടാ? എൻ്റെ പൊന്നു ശ്രീകലെ, ഞാൻ പറയുന്നത് മുഴുവൻ നീ ഒന്ന് കേൾക്ക്. എങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തൊലയ്ക്ക്. എന്നെ കണ്ട ഉടനെ അവൻ ഒരൊറ്റ ഡയലോഗ്. നമസ്കാരം ഭാര്യ പിതാവേ, അങ്ങേ ഞാൻ സ്വാഗതം ചെയ്യുന്നൂന്ന്. എന്നിട്ടൊന്നുണ്ടായി ഉദയേട്ടാ? എന്നിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കവർ തുറന്ന് ഒരു പുസ്തകം പുറത്തെടുത്തു. എന്ത് പുസ്തകം? ഏതായിരുന്നു ആ പുസ്തകമെന്ന് നിനക്കറിയായിരുന്നോ? അത് ഞാനെങ്ങനെ അറിയാനാ? ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അതെന്തിനാ അവൻ നിങ്ങൾക്ക് തന്നത്? അവൻ പണം തരാമെന്ന് പറഞ്ഞത്? നിങ്ങൾ അതിനെപ്പറ്റി ചോദിച്ചില്ലേ?
ഞാൻ ചോദിച്ചു. എൻ്റെ പൊന്നെടി, അവൻ എന്നോട് പറയുക, ബഹുമാന്യനായ ഭാര്യാപിതാവേ, ഞങ്ങൾ അഗ്നിപൂജയുടെ വ്രതത്തിലായതിനാൽ ഹിംസ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു. അതേസമയം താങ്കളെപ്പോലെ ഒരു ദുരാത്മാവിനോട് ഹിംസ പ്രവർത്തിക്കുന്നത് തെറ്റല്ല. അതിനാൽ എന്നെ കൊണ്ട് ഹിംസ ചെയ്യിക്കാതെ താങ്കൾ സ്വയം ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും താഴോട്ടങ്ങ് എടുത്ത് ചാടിയാലും മതി എന്ന്. അങ്ങനെ പറഞ്ഞോ? 7ാം നിലയെ കെട്ടിടത്തിൽ നിന്ന് മുകളിൽ നിന്ന് ചാടി ചാകാനാണോ അവ നിങ്ങളോട് പറഞ്ഞത് ഉദയേട്ടാ? നാശം പിടിച്ചവൻ്റെ ഉദ്ദേശം അത് തന്നെയാണെന്ന് മനസ്സിലാക്കിയപ്പം ഞാൻ അവിടെ നോടി രക്ഷപ്പെടുമായിരുന്നു. എൻ്റെ ശ്രീകലേ, സ്വന്തം അമ്മായിയപ്പനോട് ഏതെങ്കിലും ഒരു മരുമകൻ ഇങ്ങനത്തെ വർത്തമാനമൊക്കെ പറയുമോ? ഇവനൊക്കെ ഇങ്ങനെ തുടങ്ങിയ നമ്മളൊക്കെ എങ്ങനെ ജീവിക്കും ശ്രീകലേ? നമുക്കും ജീവിക്കണ്ടേ? 2 ദിവസത്തിനുള്ളിൽ ബാലൻ്റെ 10 ലക്ഷം രൂപ കൊടുക്കണ്ടേ ഉദയേട്ടാ? അതിനി എന്താ വഴി? പെരുവഴി തന്നെ. പണം കൊടുത്തില്ലെങ്കിലേ ഇതുവരെ കാണിച്ചു കൂട്ടിയ സകല ഉടായ്പകളും പൊളിഞ്ഞു വീഴും. നീ ഒന്ന് സമാധാനപ്പെട്. ഇതുപോലുള്ള പ്രശ്നങ്ങൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ നമുക്കുണ്ടാകുന്നത്. എന്തെങ്കിലും ഒരു തരികടയ്ക്കുള്ള വഴി ദൈവം ഒപ്പിച്ചു തരും. അങ്ങനെയാണല്ലോ സാധാരണ നമ്മൾ രക്ഷപ്പെടാറ്. ഞാനൊരു കാര്യം പറഞ്ഞാലേ നിങ്ങൾ ചാടി കടിക്കാൻ വരരുത്. നമുക്കേ ബാലനോടെല്ലാം അങ്ങ് തുറന്നു പറഞ്ഞാലോ? നീ എന്തൊരു വിവരക്കേടാടി ഈ വിളിച്ചു പറയുന്നത്? ചാടിക്കടിക്കാൻ വരരുതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാ. പിന്നെ ആ ബാലൻ്റെ കാൽക്കൽ വീണ സമസ്ത അപരാധത്തിനും മാപ്പ് ചോദിക്കണോ? നടന്നത് തന്നെ. അതിനാണോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. 2 ദിവസത്തിനുള്ളിലേ 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ നിങ്ങളുടെ മുമ്പിലേ ഈ ഒരു വഴിയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബാലൻ ക്ഷമിക്കും. ബാലൻ നന്മയുള്ള ഒരു മനുഷ്യനാ. ആ നന്മയെ നിങ്ങൾ ചൂഷണം ചെയ്യണം, എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അതാ ഉദയേട്ടൻ ഞാൻ പറഞ്ഞു വന്നത്. ബാലൻ നമ്മളോട് ക്ഷമിക്കും. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ശ്രീകല അവിടെ നിന്ന് അങ്ങോട്ട് പോട്ടോ. ബാലൻ ക്ഷമിക്കും പോലും എനിക്ക് തോന്നുന്നില്ല. പണ്ടത്തെ ബാലനാണെ ക്ഷമിക്കും, ഇപ്പോഴത്തെ ബാലൻ ക്ഷമിക്കുമെന്ന് തോന്നുന്നില്ല. ബാലനൊക്കെ നല്ല അത്യാർത്ഥിയാ. ഞാൻ ദരിദ്രവാസിയെന്നറിയുമ്പം ബാലൻ ക്ഷമിക്കില്ല എന്ന് ഉദയഭാനു ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ ദേവമംഗലത്താണെങ്കിൽ ധർമ്മൻ റൂമിലോട്ട് ചെല്ലുമ്പം തന്നെ കാണുന്നത് സുകന്യ അവളുടെ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്ത് ഒരു പെട്ടിയിലാക്കി പോകാനായിട്ട് തുടങ്ങുന്നതാണ്. ഇവളിതെന്താ കാണിക്കുന്നത് എന്ന് ഓർത്ത് ധർമ്മൻ ടെൻഷനോട് കൂടി സുകന്യയുടെ അടുത്തേക്ക് ചെല്ലുക. സുകന്യെ, നീ ഇതൊക്കെ പാക്ക് ചെയ്തത് എവിടെ പോവാ? ഞാൻ പോകുന്നു. പോകുന്നെന്നോ? എങ്ങോട്ട് പോകുന്നെന്ന് കാര്യം പറ എൻ്റെ സുകന്യെ. നീ എന്താ പ്രശ്നമാണേലും നമുക്ക് സംസാരിച്ച് തീർക്കാലോ. നീ ഇവിടുന്ന് പോകരുത് സുകന്യെ. എന്താ നിൻ്റെ പ്രശ്നം? ഞാൻ ഇവിടുന്ന് പോകുന്നത് വരെ നിനക്ക് ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുക. നീ ഇറങ്ങിപ്പോയാൽ അളിയനും ചേച്ചിക്കും ഒന്നും സഹിക്കാൻ പറ്റില്ല. അളിയനും ചേച്ചിക്കും സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണല്ലേ? അല്ലാതെ ഭാര്യ ഇറങ്ങിപ്പോയാൽ ഭർത്താവായ നിങ്ങൾക്ക് വേദന വിഷമമൊന്നും ഇല്ലല്ലേ? അയ്യോ, എനിക്ക് വേദനയില്ലെന്നാണോ ഞാൻ പറഞ്ഞതിനർത്ഥം? നീ എന്താ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നത്? ഞാൻ ഈ കുടുംബത്തെ മറ്റുള്ളവരുടെ കാര്യം കൂടി ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇനി ധർമ്മേട്ടൻ കൂടുതൽ വിശദീകരിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. ഈ റൂമിൽ ഇനി സുകന്യ ഇനി ഇല്ല, അതെൻ്റെ തീരുമാനമാണ്. അതെന്താ അങ്ങനെ പറഞ്ഞത് എന്നും പറഞ്ഞ് സുകന്യ പുറത്തോട്ടങ്ങ് ഇറങ്ങി പോവാണ്. സുകന്യെ, നീ എന്താ ഈ കാണിക്കുന്നത്? എന്താ നിന്റെ പ്രശ്നം? ഇങ്ങനെ പിണങ്ങി ഇറങ്ങിപ്പോകാനേ ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചത്? പെട്ടെന്ന് ശബ്ദം കേട്ട് കോമതി അങ്ങോട്ട് വരുവാണ് കേട്ടോ. എന്താടാ, എന്താ പ്രശ്നം? അറിയില്ല ചേച്ചി, സുകന്യ ബാഗുമായിട്ട് പോകാൻ നിൽക്കുക. ചോദിച്ചിട്ടാണ് ഒന്നും പറയുന്നുമില്ല. അപ്പം പെട്ടെന്ന് എല്ലാവരും അങ്ങോട്ട് വരികയാണ് കേട്ടോ. മീനും മിത്രയും അനുശ്രീയൊക്കെ. സുകന്യെ, എന്താ മോളെ കാര്യം? എന്താ പ്രശ്നം? അല്ല, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ? ഉണ്ടെങ്കിൽ പറ, എന്തും നമുക്ക് പരിഹരിക്കാലോ എന്നൊക്കെ സുകന്യയോട് ഗോമതി പറയൂട്ടോ. പെട്ടെന്ന് ഗോമതി മീനുവിൻ്റെ അടുത്ത് ചെല്ലൂട്ടോ. മീനു, ഞങ്ങളാരും ഒന്നും പറഞ്ഞിട്ടില്ല ചേച്ചി. അമ്മേ, മിത്രേ, നീ വല്ലതും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല ചേച്ചിയായിട്ട്, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്ന് മിത്രയും പറയൂട്ടോ. എന്നിട്ട് അനുശ്രീയുടെ അടുത്തേക്ക് ചെല്ലും. അനു, നീ എന്തെങ്കിലും പറഞ്ഞോ? അപ്പം അനു ആണെങ്കിൽ സുകന്യയുടെ അടുത്തേക്ക് ചെല്ലൂട്ടോ. ചേച്ചി, നമുക്കിടയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഞാൻ ചേച്ചിയോട് എന്തെങ്കിലും പറഞ്ഞിട്ടാണോ ചേച്ചി പോകാനായിട്ട് തുടങ്ങുന്നത്? അപ്പം മീനു ചോദിക്കും, ചേച്ചി ഇങ്ങനെ മിണ്ടാതെ നിന്ന പ്രശ്നം എന്താണെന്ന് ഞങ്ങൾ എങ്ങനെ അറിയുക? ചേച്ചിക്ക് എന്താണെന്ന് വെച്ചാൽ പറയാനുള്ളത് പറയൂ. എന്തു പ്രശ്നമാണെന്ന് വെച്ചാൽ നമുക്ക് പരിഹരിക്കാം.
നിങ്ങൾ ആരും വിചാരിച്ചാൽ പരിഹരിക്കുന്ന പ്രശ്നമല്ല ഇത്. ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമോ? ചേച്ചി എന്താ പറയുന്നേ എന്ന് മീനു വീണ്ടും ചോദിക്കൂ കേട്ടോ. എന്താ കാര്യം? ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ ആ പ്രശ്നം എന്തായാലും പരിഹരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുക എന്ന് സുകന്യ പെട്ടെന്ന് പറയൂ കേട്ടോ. എന്താ കാര്യം എന്നും ചോദിച്ചാൽ പെട്ടെന്ന് ബാലനും അങ്ങോട്ട് വരികയാണ്. ബാലൻ ചോദിക്കും, ഈ ബാഗൊക്കെ പായ്ക്കിയത് സുകന്യ എവിടെ പോവാ? ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും പോവാണോ ധർമ്മ എന്ന് ധർമ്മനോട് ചോദിക്കും. അപ്പം ഗോമതി ബാലൻ്റെ അടുത്തേക്ക് ചെല്ലും. ബാലേട്ടാ, ദേ സുകന്യ ബാഗും എടുത്ത് പോകാൻ നിൽക്കുക. ഞങ്ങൾ എത്ര ചോദിച്ചിട്ടും കാര്യം എന്താണെന്ന് പറയുന്നുമില്ല. ബാലേട്ടനൊന്ന് ചോദിക്കുക. അപ്പം ബാലൻ സുകന്യയുടെ അടുത്തേക്ക് ചെല്ലും കേട്ടോ. എന്താ മോളെ കാര്യം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ? സുകന്യ എന്തുണ്ടേലും പറഞ്ഞോ, എന്താ മോളുടെ പ്രശ്നം എന്ന് ചോദിക്കും. ബാലേട്ട, ഞാനൊരു തീരുമാനം എടുത്തു. തീരുമാനമോ? എന്ത് തീരുമാനം? എന്താണേലും തുറന്നു പറഞ്ഞോളൂ എന്ന് പറയാം. അപ്പം എല്ലാവരും പരസ്പരം ഇങ്ങനെ നോക്കുവാണേ. അപ്പം സുകന്യാണെങ്കിൽ ബാലൻ്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് ബാലൻ്റെ കൈ കയറി പിടിക്കും കേട്ടോ. ബാലേട്ടൻ എൻ്റെ കൂടെ ഒന്ന് വന്നേ എന്ന് പറയേ. അപ്പം ഗോമതിയാണെങ്കിൽ എന്താ നടക്കുന്നതെന്ന് അറിയാതെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. ആർക്കും ഒരു കാര്യവും മനസ്സിലാകുന്നില്ല കേട്ടോ. എന്താ ഇവിടെ നടക്കുന്നത്? പെട്ടെന്ന് ഗോമതിയുടെ കൈയും കൂടി പിടിച്ചിട്ട് രണ്ടുപേരെയും കൊണ്ട് റൂമിലേക്ക് കയറി ചെല്ലുക. എന്താ മോളെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പിന്നാലെ എല്ലാവരും ചെല്ലും. ഇനി ബാലേട്ടനും ഗോമതി ചേച്ചിയും ഈ റൂമിൽ തന്നെയാണ് കഴിയേണ്ടത്. ഞങ്ങൾക്ക് നിങ്ങളുടെ റൂം തന്നതല്ലായിരുന്നോ എന്ന് സുകന്യ ചോദിക്കേ. അത് കേൾക്കുമ്പോഴത്തേക്ക് മീനുവിന് സന്തോഷമാവും കേട്ടോ. ഇത്ര സംശയത്തോടെയാണ് നോക്കുന്നത്. സുകന്യ അത് വേണ്ട, ബാലേട്ടൻ ഒന്നും പറയണ്ട, ഇത് ധർമ്മേട്ടനും ഞാനും കൂടി ഒന്നിച്ചെടുത്ത തീരുമാനമോ അല്ല ഏട്ടാ. അപ്പോൾ ധർമ്മൻ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. ധർമ്മൻ ആദ്യമായിട്ട് ഇപ്പോഴാണ് അതിനെപ്പറ്റി കേൾക്കുന്നത് പോലും. ധർമ്മേട്ടൻ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? പറ, നമ്മൾ ഒരുമിച്ചെടുത്ത തീരുമാനമല്ലേ എന്ന് ഒന്നും കൂടി ഊന്നി ചോദിക്കും കേട്ടോ. അപ്പം ധർമ്മൻ തലയായിട്ടും അതെ അളിയ, ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനം തന്നെയാ. ഇത് അളിയൻ്റെയും ചേച്ചിയുടെ റൂമല്ലായിരുന്നോ? ഇത് തിരിച്ചു കൊടുത്തേക്കാന്ന് സുകന്യ പറഞ്ഞപ്പം ഞാൻ സമ്മതിച്ചു. ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനം തന്നെയാ എന്ന് പറയും. അപ്പം ഗോമതി പറയും, സുകന്യെ, ഞങ്ങൾ ഈ റൂം എടുത്താൽ നിങ്ങളപ്പോൾ എവിടെ കഴിയും? അതിപ്പം ചേച്ചിയും ബാലേട്ടനും ഇപ്പം താമസിക്കുന്ന റൂമില്ലേ, അവിടെ ഞാനും ധർമ്മേട്ടനും കഴിഞ്ഞോളാം. അത് വേണ്ട, അത് ചെറിയ റൂമാണ്. ആ റൂമിൽ സൗകര്യങ്ങൾ തീരെ കുറവാണ്. അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ആ റൂം ഓക്കെയാ അല്ല ധർമ്മേട്ട എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ധർമ്മന് ഒത്തിരി സന്തോഷമാവുകയാണേ. അതെ, ഞങ്ങൾക്ക് ആ റൂം മതി അളിയ എന്ന് പറയും. സുകന്യ, നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ധർമ്മൻ ഒരു റൂം സെറ്റ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ റൂം നിങ്ങൾക്ക് പകരം നൽകിയത്. മുകളിലത്തെ റൂമിൻ്റെ പണി കഴിയുന്നത് വരെ സുകന്യയും ധർമ്മനും ഈ റൂമിൽ തന്നെ കഴിഞ്ഞാൽ മതി. അതിനുശേഷം ഞങ്ങൾക്ക് ഈ റൂം തന്നാൽ മതി അല്ലേ ഗോമതി എന്ന് ചോദിക്കും. എത്രയും വേഗം മുകളിലത്തെ റൂമിൻ്റെ പണി നമുക്ക് തീർക്കാം എന്ന് ബാലൻ പറയും കേട്ടോ. അത് കഴിയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് മാറിക്കോ, അത് നല്ല സൗകര്യത്തിലാണ് പണിയുന്നത്. അപ്പം ഞങ്ങൾ ഈ റൂം തിരിച്ച് മേടിച്ചോളാം. അപ്പം സുകന്യക്ക് സന്തോഷമാവില്ലേ? അത് തന്നെയാണ് നല്ലത് എന്ന് ഗോമതിയും പറയും കേട്ടോ. അപ്പം മീനുവിനും അനുസരിക്കൊക്കെ ഒരുപാട് സന്തോഷമാവും. അപ്പോൾ പെട്ടെന്ന് സുകന്യ പറയും, പാലേട്ട ചേച്ചി, എന്നെ ഈ കുടുംബത്തിൽ ഒരാളായിട്ടല്ലേ നിങ്ങൾ കണക്കാക്കുന്നത്? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല മോളെ. സുകന്യ അങ്ങനെ ഒരിക്കലും കരുതരുത്. സുകന്യ ഈ കുടുംബത്തിലെ അംഗം തന്നെയാണ്, അങ്ങനെ ഞങ്ങൾ കരുതിയിട്ടുള്ളൂ. എന്നെ ഈ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് ബാലേട്ടനും ചേച്ചി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ തീരുമാനവും നിങ്ങൾ അംഗീകരിക്കണം. അതാ ഈ സുകന്യക്ക് സന്തോഷം എന്ന് പറയൂട്ടോ. പക്ഷെ ഇതൊക്കെ കേൾക്കുന്ന മിത്രയ്ക്ക് ഒട്ടും തൃപ്തിയാവുന്നില്ലേ. എന്തോ ഉണ്ടെന്ന് തന്നെ മിത്രയുടെ മനസ്സിൽ പറയുന്നത്. ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയ ആളാ. അതുകൊണ്ട് സന്തോഷത്തോടെ തന്നെയാണ് ഈ റൂം ഞാൻ തരുന്നത്. ഇതെൻ്റെ ഉറച്ച തീരുമാനമാണ്. ബാലേട്ടനും ചേച്ചിയും പേടിക്കണ്ട. ആരും നിർബന്ധിച്ചിട്ടല്ല ഞാനിത് ചെയ്യുന്നത്. എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ സന്തോഷപൂർവ്വം ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പം പെട്ടെന്ന് ധർമ്മനും പറയും, സത്യമളിയാ, സുകന്യ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണെന്ന്? അത് കള്ളമായിരുന്നു. എന്ത് കള്ളവോ എന്നപ്പോഴത്തേക്കും ഗോമതി ചോദിക്കും കേട്ടോ. അപ്പം സുകന്യ ധർമ്മനെ കണ്ണും വീഴ്ച നോക്കുക. സുകന്യ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പെട്ടെന്ന് അവൾ ഭാഗം എടുത്ത് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ വീട് വിട്ടു പോകുന്ന പാവം ധർമ്മേട്ടൻ കരുതിയത് അല്ല ധർമ്മേട്ട. അങ്ങനെ എൻ്റെ ധർമ്മേട്ടനെ വിട്ട് ഞാൻ പോവോ എന്ന് പെട്ടെന്ന് ഇടയ്ക്ക് കയറി ധർമ്മനോട് ചോദിക്കേ. ഇല്ലില്ല, ഇപ്പം മനസ്സിലായി. എൻ്റെ ചേച്ചിയും അളിയനും ആ ചെറിയ റൂമിൽ കഴിയുമ്പോൾ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഇവിടെ കഴിഞ്ഞാൽ മതി, ഈ റൂമിൽ തന്നെ. ഇത് നിങ്ങളുടെ റൂമല്ലേ, എങ്കിലേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പം എനിക്ക് വേണ്ടി, സുകന്യക്ക് വേണ്ടി അളിയനും ചേച്ചിയും അത് സമ്മതിക്കണം. നിങ്ങൾ രണ്ടുപേരും ഈ റൂം തന്നെ തിരിച്ചെടുക്കണം. ബാലേട്ട അത് വേണോ എന്ന് അപ്പോൾ ഗോമതി വീണ്ടും ചോദിക്കുവാണേ. അപ്പോൾ ബാലൻ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുവാണ്. അത് വേണ്ട, ഞങ്ങൾക്ക് ആ റൂം മതിയെന്നേ. റൂം ഉടനെ തന്നെ പണി തീർക്കുമല്ലോ. അപ്പം നിങ്ങൾ മാറുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നോളാം. ഇനി അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കൊന്നും വേണ്ട.
എന്താ ബാലേട്ട ഇനി അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാനുള്ളത്? നിങ്ങൾ തന്നെ ഈ റൂം എടുത്തോ എന്ന് പെട്ടെന്ന് സുകന്യ പറയണ. ദേ മിത്രേ, മീനു, അനുശ്രീ, നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? നിങ്ങളും കൂടി വന്ന് പറഞ്ഞ് ബാലേട്ടനോട്. ഞാൻ മാത്രം പറഞ്ഞിട്ടായിരിക്കും ചിലപ്പം ബാലേട്ടൻ അംഗീകരിക്കാൻ മടി. നിങ്ങളോട് പറയുമ്പം ബാലേട്ടൻ കേൾക്കും. അപ്പം മീനു അടുത്തേക്ക് ചെല്ലൂട്ടോ ബാലൻ്റെ. അച്ഛാ, ഒരു ഫാമിലിയിലെ സിറ്റുവേഷൻ അറിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ സുകന്യ ചേച്ചി തയ്യാറാവുമ്പം നമ്മളിത് വേണ്ടാന്ന് വെക്കുന്നത് മോശമല്ലേ? ചേച്ചിക്കത് ഫീൽ ആവില്ലേ? ചേച്ചി ഇത്ര സന്തോഷത്തോടെയല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? സത്യം മീനു, അത് മീനുവിന് എത്ര കൃത്യമായിട്ട് എൻ്റെ മനസ്സെങ്ങനെ മനസ്സിലായി? മീനു എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് എന്ന് പറയൂട്ടോ. പക്ഷെ മിത്ര മനസ്സിൽ ചിന്തിക്കുന്നത് ഇങ്ങനെയാട്ടോ, ആ റൂമിൽ ഇനി വല്ല നിധിയും ഉണ്ടോ? അതറിഞ്ഞിട്ടാണോ സുകന്യേച്ചി പെട്ടെന്ന് ആ റൂം വേണമെന്ന് വാശി പിടിക്കുന്നത്? ഇനി രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പം ആ റൂം കുത്തിപ്പൊളിച്ച് അതിൽ നിന്ന് നിധി എടുക്കാനുള്ള വല്ല പ്ലാനും ആണോ എന്നൊക്കെ ചിന്തിക്കുക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും